ഈ രാഹുലിന് പകരം പ്രിയങ്ക എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടെ എങ്ങനെയാണ്? അപ്പോൾ നമുക്കത് തെളിവുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം കാണാൻ ഭംഗിയുണ്ടാവുക എന്നുള്ളത് നേതാവിൻ്റെ ഒരു യോഗ്യതയാണ്. ഗാന്ധി കാണാൻ ഭംഗിയുണ്ടോ? അല്ലെ കെ കാമരാജ്, അല്ലെ EMS നമ്പൂരിപ്പാട്, ഇന്ദിരാഗാന്ധിക്കുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സുന്ദരിയായിട്ട് 77 ഞാൻ കണ്ടത്. അന്ന് പോലും അവർ വളരെ സുന്ദരിയായിരുന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് അതുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഒരു ഛായ അവരുടെ ചില സൈഡ് പ്രൊഫൈലൊക്കെ ഉണ്ട്. മൂക്ക് അതേമാതിരിയാണ്, ബോബിയുടെ മുടി അതേമാതിരിയാണ്. അവരുടെ ഗുണം ഉണ്ടാവില്ല. അല്ല, ഇത് ത്യാഗത്തിൻ്റെതാണ് ഈ മഹിമ എന്ന് പറഞ്ഞത്. അസൗകര്യങ്ങൾ ഏറ്റുവാങ്ങാൻ, പട്ടിണി കിടക്കാൻ, നടന്നു പോകാൻ, തല്ലുകൊള്ളാൻ, ജയിലിൽ കിടക്കാൻ ഇവരാര് തയ്യാറുണ്ട്? ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നിർജീവിതയ്ക്കുള്ള ഒരു ഉദാഹരണമാണ് AK ആന്റണി. ഗ്രൂപ്പ് ഓഫ് പണിയല്ലേ അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തെ ആരും വിമർശിക്കില്ല. എന്താ ആദർശത്തിൽ ആൾറൂവാണോ? AKയുടെ മകൾ മാത്രമല്ല, ഇപ്പോൾ കരുണാകരൻ്റെ മകളും BJP. അതെ, അല്ല, അവരൊന്നും ആരും അല്ല. അനിൽ ആന്റണിക്ക് അത്രയും സ്ഥാനം കിട്ടിയ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടാണ്. ഇപ്പം മറ്റൊരു കൊണ്ടടക്കും ഇദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടാണ്. പത്മജ വേണുഗോപാൽ ഒരു വട്ടം ലോക്സഭയിൽ മുകുന്ദപുരത്ത്, പിന്നെ തൃശ്ശൂർ നിയമസഭയിൽ 2 വട്ടം തോറ്റു. അപ്പോൾ അവർ പോയ വകയിൽ ഒരാൾ പോയോ? അനിൽ ആന്റണിക്ക് സിന്ദാബാദ് വിളിച്ചിട്ട് 10 കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ കൂടെ പോയോ? ഇല്ലല്ലോ. പത്മജ വേണുഗോപാൽ സിന്ദാബാദ് വിളിച്ച് 10 കോൺഗ്രസ്സുകാർ പോയോ? ഇല്ലല്ലോ. അവർക്ക് ഒറ്റക്കുള്ള ആൾക്കാരാണ്. അവർക്ക് ആകെയുള്ള മെലുവിലാസം ആന്റണിയുടെ മകനാണ്. അത് ആന്റണിയുടെ മകനാന്ന് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കാൻ നീ AK ആന്റണിക്ക് അറിയാം. അദ്ദേഹം പത്തനംതിട്ട ചെന്ന് 2-3 മീറ്റിങ്ങിൽ പ്രസംഗിച്ച് വീട്ടിൽ പോയി കിടക്കട്ടെ. നീ ഇവിടുത്തെ നേതാവാണ് അദ്ദേഹം. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർക്ക് സംസാരിക്കാനറിയില്ലെന്ന്. K സുധാകരൻ എന്താ പറയുന്നത്? എനിക്ക് വേണമെങ്കിൽ ഞാൻ BJP പോകും പറയാൻ പാടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആ പ്രകോപനത്തിൽ ഞാൻ BJPയിലേക്ക് പോവുകയില്ല എന്ന് മാത്രമേ പറയാവൂ. അതെന്താ പറഞ്ഞത്? എനിക്ക് വേണമെങ്കിൽ ഞാൻ BJP പോകും, അത് ഇവരെ സമ്മതം വേണ്ട. സംശയത്തിന് നിഴലാണ് കോൺഗ്രസ്. അത് KPCC പ്രസിഡന്റാണ് K സുധാകരൻ. അദ്ദേഹം കണ്ണൂരിലെ MP ആണ്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയാം എനിക്ക് വേണമെങ്കിൽ ഞാൻ പോകും. എവിടുത്തെ വർത്തമാനം? ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പം ജനങ്ങളെ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം നേടണം. ജനങ്ങളുടെ വിശ്വാസം നേടുന്ന വർത്തമാനം പറയേണ്ടവരാരെങ്കിലും എനിക്കറിഞ്ഞൂടാ. പിന്നെ അതുപോലെ 2ാം UPA സർക്കാർ വന്നപ്പോഴേക്കും കുറേ അഴിമതി ആരോപണങ്ങളും ഈ അണ്ണാ ഹസേരയുടെ സമരം കൊണ്ടൊക്കെ കോൺഗ്രസ്സുകാർ അഴിമതിക്കാരാണെന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കി തീർക്കാൻ BJPക്ക് പറ്റിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ അഴിമതി ചെയ്ത അനവധി ആളുകളുണ്ട്. പണ്ടേ ഉണ്ട്. നെഹ്റു മിനിസ്ട്രിയിൽ നിന്ന് TT കൃഷ്ണമാചാരി രാജിവെച്ചു പോകുന്നത് അതുകൊണ്ടാണ്. നെഹ്റു മിനിസ്ട്രിയിൽ TT കൃഷ്ണമാചാരി ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഴിമതി പുറത്തുണ്ടെന്ന് ആരാന്നറിയോ? ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയാണ്. അദ്ദേഹം വന്ന് റായ്ബറേലിയിൽ MP കോൺഗ്രസിൻ്റെ MP ആണ്. കോൺഗ്രസിൻ്റെ മിനിസ്ട്രിയാണ്. അത് പഴയ കോൺഗ്രസ്. പഴയ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം പാർട്ടിയിലെ കൊള്ളരുതായ്മ എടുത്തു പറയാൻ ആ പാർട്ടിക്കാർക്ക് ധൈര്യമുണ്ട്. ഇന്നങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പോൾ കോഴിക്കോട്ട് കോൺഗ്രസ്സുകാരെ ഏറ്റവും അധികം വിമർശിക്കുന്നവരാ മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. അനവധി കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ നേരമല്ല എന്ന് പറയാൻ. അപ്പോൾ സ്വന്തം പാർട്ടിയെ വിമർശിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഒരു പാർട്ടിയിലും ഇല്ല. അത് അച്ചടക്കൽ എങ്ങനെയാണെന്നാണ്.